ഹായ് ഫ്രണ്ട്സ്. എന്തായാലും ഫ്രണ്ട്സിൽ ഞാൻ പെടില്ലല്ലോ. അല്ല ഞാൻ ഫ്രണ്ട് അല്ലേ? അല്ല ഞാൻ ഫ്രണ്ട് അല്ലേ അമ്മ? എന്താണ് കാരണം? കൊത്രാക്കൊള്ളി അതെ അല്ലേ? അപ്പൊ ഞാനിപ്പോ നമ്മുടെ ഫ്രണ്ട് അല്ല, ശത്രുവാണ്. ഞാൻ ഉണ്ടാക്കുന്നത് എന്താ അറിയോ? ഒരു മത്തിപ്പുളി. നത്തോലി മീന്. കാണുമ്പോ നത്തോലി പോലെ ഉണ്ടെന്നറിയാം. ഇത്രയും ചെറിയ മത്തി എവിടെ നിന്ന് കിട്ടി? അത് കാണുമ്പോ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അല്ലമ്മ അല്ലമ്മ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. സാധാരണ ഒരു നല്ലൊരു വലുപ്പമുള്ള മീനാണെങ്കിൽ അത് ക്ലീൻ ആയിട്ട് അതേ വലുപ്പത്തിൽ അമ്മ ഫ്രൈ ചെയ്യും. അതുപോലെ ഒരു വെട്ടുമീനാണെങ്കിൽ അത്യാവശ്യം വലിയ കഷ്ണത്തിൽ നമ്മൾ ഉണ്ടാക്കും. ഈ മത്തി മീൻ എന്തിനാ അങ്ങനെ കൊത്തിപ്പൊരിയാക്കി ഇറക്കണത്? അതെന്തറിയോ, കറിയിൽ അങ്ങനെ ഇടുന്നത് എനിക്കിഷ്ടമല്ല. പിന്നെ ഒന്നാമത് കറിയിൽ ഇട്ട ഒരൊറ്റ മീൻ നീ തിന്നില്ല, നിന്റെ അച്ഛനും തിന്നില്ല. പിന്നെ ഞാൻ എത്ര കഴിക്കാൻ പറ്റും? കറി ഇങ്ങനെ കാണുമ്പോ മീൻ ഇങ്ങനെ കാണണ്ടേ? കണ്ടിട്ട് എന്താ കാര്യം? കൂട്ടും വേണ്ടേ? വറുത്ത മീൻ മാത്രം കൂട്ടുക, കറിയുടെ ചാറ് മാത്രം മതി എന്ന് പറയുന്നവർക്ക് ഞാൻ എന്ത് ചെയ്യാനാ? അപ്പൊ എനിക്കാണെങ്കിൽ കഷ്ണം ചെറുതായിട്ട് മുറിച്ചിട്ടിട്ട് അതിൽ ഉപ്പ് മുളകൊക്കെ നന്നായി പിടിക്കണം. നിങ്ങൾക്ക് പന്നീർ കാണണം, അതല്ലേ? പന്നീർ കണ്ട പിന്നെ കൂട്ടും വേണം. അതെന്താ കൂട്ടാത്തത്? ചാറ് മതി, കഷ്ണം വേണ്ട അമ്മ, ചാറിന് കഷ്ണം വേണ്ട കേട്ടോ എന്ന് പറയില്ലേ? എനിക്കിതിൽ ചെറിയൊരു സംശയം ഉണ്ടമ്മ. ഇപ്പൊ ചെറുപ്പത്തിൽ എന്നോട് മീനിനോടുള്ള സ്നേഹം ഉണ്ടാവുന്നല്ലോ, അത് വലുതായപ്പോ കുറച്ച് കുറഞ്ഞതിന് കാരണം ഇതായിരിക്കും. നമുക്ക് ഈ ചെറുതാണല്ലോ ഇഷ്ടം, അത് മീനിലാണെങ്കിലും. ഞങ്ങളുടെ മക്കളോട് ആ ചെറുപ്പത്തിലുള്ള സ്നേഹത്തിൽ ചെറിയൊരു അതായത് ഇത്തിരി കുറവ് വന്നിട്ടുണ്ടോന്ന്. കറി വെക്കുമ്പോ ചെറിയ കഷ്ണങ്ങളാക്കി ഇടുമ്പോഴാണ് അതിൽ ഉപ്പും മുളകൊക്കെ പിടിക്കുക. വറക്കുമ്പോ പിന്നെ അത് നമുക്ക് അങ്ങനെ മുറിക്കാണ്ടൊക്കെ അല്ലേ വറക്കുക. അതാണ് വറക്കുമ്പോ ചെറിയ കഷ്ണങ്ങളാക്കി ഉണ്ടെങ്കിൽ അത് നന്നായിരിക്കില്ല. ഈ കറി വെക്കുമ്പോ എന്റേതാണ് ഞാൻ പറയുന്നത്. ഏതാണ്ട് ആൾക്കാരൊക്കെ അങ്ങനെയാണ്, കുറച്ച് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട്. പിന്നെ നിങ്ങൾ കൂട്ടാത്ത കാര്യത്തെ കുറിച്ച് എന്തിനത്ര ചർച്ച? നബീസ്താത്തിന്റെ വീട്ടിലൊരു മീൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, മത്തി ഇങ്ങനെ നീളം നേരത്തിൽ നല്ല ടേസ്റ്റ് ആയിരുന്നല്ലോ. നീ കൂട്ടിയില്ലല്ലോ? കാണാൻ ഭംഗി ഉണ്ടായിരുന്നല്ലോ. അയ്യോ, ഇവനെല്ലാം കാണാൻ ഭംഗിയാണ്. ഇത് എന്തൊരു സാധനമാണ് എന്റെ അപ്പൂ. അപ്പൊ അതിന് വേണ്ട സാധനങ്ങൾ ആ മത്തിയൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നിനക്ക് വറക്കാൻ വെച്ചിട്ടുണ്ടാ, അതാ വറുത്ത് തരും. അതിന് വേണ്ട സാധനങ്ങള്: ചെറിയ ഉള്ളി ചതച്ചത്, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില. ഇതല്ലാണ്ട് നമ്മുടെ പാത്രത്തിൽ എന്തെങ്കിലും ഉണ്ടാവാറുണ്ടാ? ഉലുവ, പുളി, വാളംപുളി പിഴിഞ്ഞ് വെച്ചത്. അതൊക്കെ നമ്മൾ കാണില്ല, അമ്മ പറയുന്നുണ്ട്. വാളംപുളി ഇതാ പിഴിഞ്ഞ് വെച്ചത്. അതൊക്കെ ഇപ്പൊ പുളി എന്ന് പറഞ്ഞാൽ അറിയില്ലേ. പിന്നെ ഈ മുളക് വറുത്തിട്ട് മല്ലി, മുളക്, ചെറിയ ഉള്ളി, കറിവേപ്പില ഇത്രയും അരച്ചു വെച്ചതാണ്. നാളികേരം ഇല്ലേ അതിന്? നമ്മുടെ ആ നടുക്കളല്ല വിരലില്ലേ ഇപ്പൊ കൈ കാണിച്ചത്, ആ വിരല് ഇരട്ടപ്പറ്റാണോ ചോദിച്ചിട്ടുണ്ട് ഒരാള്. അത് രണ്ട് വിരല് പോലെ ഉണ്ടല്ലോ. അതൊക്കെ ഞാൻ വിരലിന്റെ കാര്യമൊക്കെ അവരോട് ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആരും ചോദിച്ചിട്ടില്ല, ഞാൻ തൊട്ടിട്ടുണ്ട്. നീ വെറുതെ അങ്ങനെയൊക്കെ പറയണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നിന്റെ ചോദ്യത്തിലൊന്നും എനിക്ക് മറുപടി പറയാൻ പറ്റില്ല, സമ്മതിക്കില്ല. എന്തിന് മറുപടി പറയാൻ പറ്റില്ല? ഞാൻ മറുപടി പറയട്ടെ. നോക്കട്ടെ. അപ്പൊ അമ്മ എന്നെ നോക്കിയിട്ടില്ല. അപ്പൊ അത് മല്ലി, മുളക് വറുത്തതാണ്. പിന്നെ അതിൽ ചെറിയുള്ളി, കറിവേപ്പില, ഒരല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂട്ടി അരച്ചതാണ്. ആയിക്കോട്ടെ, ഞങ്ങൾ വിശ്വസിച്ചു. അങ്ങനെ കരഞ്ഞിട്ടൊന്നും പറയണ്ട. നാളികേരം ഇതിന് വേണ്ട. അപ്പൊ നമുക്ക് എണ്ണ വെച്ചു. എണ്ണ അതിപ്പോ പറയും ശുദ്ധമായ എണ്ണയാണ്, ശുദ്ധമായ വെളിച്ചെണ്ണ, നമ്മൾ ആട്ടിയ എണ്ണ. അച്ഛൻ തെങ്ങ് കയറി ഇട്ട് ആട്ടി കൊണ്ടുവന്ന എണ്ണ. ഇത്തിരി എണ്ണ വെച്ചിട്ടുള്ളൂ, നോക്കിക്കൊള്ളൂ കേട്ടോ. എല്ലാവരും എണ്ണ അധികം ഉപയോഗിക്കേണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ അവരുടെ വാക്ക് കേൾക്കണ്ടേ. അപ്പൊ ഞാൻ എണ്ണ ഇത് അമ്മയുടെ സ്വന്തം പാപ്പാൻ തെങ്ങ് കയറി ഇട്ടതല്ല, തെങ്ങ് കയറ്റക്കാരൻ കയറി ഇട്ടതാണ്. ആട്ടിയത് അച്ഛൻ കൊണ്ട് ആട്ടാൻ കൊടുത്തു. ശുദ്ധമാണോ ഇല്ലെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അമ്മ പറയുന്നുണ്ട് ശുദ്ധ എണ്ണയാണ്. അല്ലമ്മ? ശുദ്ധമായ എണ്ണയാണ്. അപ്പൊ ശുദ്ധ എണ്ണയാണ് ശുദ്ധമായ ചട്ടിയിലിട്ടിരിക്കണത്. അല്ലമ്മ? അങ്ങനെ ഒരു ശുദ്ധായ ഒരു കുട്ടി ഇവിടെ നിൽക്കുന്നുണ്ട്. ശുദ്ധായ ചട്ടി, ശുദ്ധായ എണ്ണ, ശുദ്ധായ. പിന്നെ അമ്മേനപ്പോ കുട്ടീന്ന് വിളിക്കാൻ എനിക്ക് പ്രാന്തല്ല. ഇവിടെ ഉണ്ട് കുട്ടി. ഞാൻ അയ്യടാ, എന്റെ അമ്മേനെ കുട്ടീന്നും കൂടിയാ വിളിക്കണ്ട്. ഞാൻ കുട്ടി ഇത് പിന്നെ വിളിക്കും. ഒരിത്തിരി ഉലുവ, കടുക് വേണ്ട, ഉലുവ അത് പൊട്ടണം. അപ്പൊ പിന്നെ അത് പൊട്ടിച്ചിട്ടാ പോരെ? ഈ പൊട്ടിത്തെറിക്കല് ഇതാണല്ലേ പൊട്ടിത്തെറിക്കല്. ഈ ചെക്കൻ്റെ ഒരു പൊട്ടിത്തെറിക്കല് പറയില്ലേ? പൊട്ടിത്തെറി വേണല്ലോ അപ്പൊ അത്യാവശ്യം.
പൊട്ടിത്തെറിച്ചിട്ടാണ് അതിൻ്റെ ഒരു സ്വാദ്. അപ്പം നമുക്ക് മനസ്സിലായില്ലേ. ഈ ചെറിയുള്ളി ചതച്ചത് കുറച്ചാളുണ്ട്. ഇതിൽ ഒരുപാട് ഉള്ളിയോ ചെറിയുള്ളിയോ സബോള ഒന്നും ഇടരുത്. കുറച്ച്. ഇതൊരു നാടൻ കറിയാണ്, സിമ്പിളാണ്. ഒരുപാട് അല്ല, ഈ കറി കണ്ടാറേ അമേരിക്കൻ ഉണ്ടാക്കുന്ന കറിയൊന്നും അല്ല, നമ്മുടെ നാട്ടിലെ കറി തന്നെയാണ്, നാടൻ കറി. ഇതെന്തപ്പോ ഫാസ്റ്റ് ഫുഡ് കറിയാ? അങ്ങനെയല്ല, കൊറേ സബോളയൊക്കെ ഇട്ടിട്ട് വെക്കില്ലേ നമ്മള്. അതാണ് വെസ്റ്റേൺ കറി. അല്ല, വെസ്റ്റേൺ ഒന്നല്ല പറഞ്ഞത്. എന്താറിയോ, കൊറേ ഉള്ളിയൊക്കെ ഇട്ടിട്ട് ചില കറികളിലൊക്കെ ഇടണം നമ്മള്. സബോള ചെറിയുള്ളിയൊക്കെ കുറച്ച് കൂടുതൽ. അത് മോഡേൺ കറിയാണോ? മോഡേൺ അല്ല, അങ്ങനെ വെക്കും. അപ്പൊ ഇത് വന്നിട്ടുണ്ടെങ്കിൽ ഇതൊരു നാട്ടുപുറത്തൊക്കെ ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. അത് ശരി, അങ്ങനെയാണല്ലേ. ഞാൻ എന്താ വിചാരിച്ചറിയോ, നീ ഒന്നും വിചാരിക്കണ്ട. ഇതൊരു നാടൻ കറിയാണ് പറയുമ്പോ ഈ മത്തിയൊക്കെ ഇനിയിപ്പോ ഈ ഇഞ്ചി കൂടി ഇട്ടു കൊടുക്കാം. പിന്നെ ഈ പച്ചമുളക്. അല്ല, അമ്മ അത് പ്രത്യേകിച്ച് പറയണ്ട. കറിവേപ്പില പകുതിയല്ലല്ലോ, ഇല മുഴുവനായിട്ടുണ്ടല്ലോ. അല്ല, കുറച്ചുകൂടെ വെച്ചിട്ടില്ല. അങ്ങനെ ലാസ്റ്റ് ഇടാൻ. ഞാൻ വിചാരിച്ചു കറിവേപ്പില മുറിച്ചിട്ട് പകുതിയാക്കി. മുളകും മല്ലിയൊന്നും വാട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ വെറുതെ വെക്കും. നേരത്തെ വാടിയതായിരിക്കും അല്ലേ. പിന്നെ അരച്ച വെള്ളം. ഇതിങ്ങനെ മൂപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇല്ലില്ല, ഞാൻ മൂപ്പിക്കണ്ടല്ലോ അവിടെ. പിന്നെ വേറെ മൂപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ. അപ്പോൾ ഇതിൽ മല്ലി, മുളക്, ചെറിയ ഉള്ളി, കറിവേപ്പില, ഒരു അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒക്കെ കൂടി അരച്ചതാണ്. ഇനി നമുക്ക് പുളിവെള്ളം കൂടി, ആവശ്യത്തിനുള്ള പുളി ഒഴിച്ചാൽ മതി. അതുകൂടി ഒഴിച്ചു. ഈ കറി കട്ടിയായിട്ടല്ല, കുറച്ച് വെള്ളം പോലെ ഉണ്ടാവുക. അതായത് ഒരുപാട് കട്ടിയായിട്ടുള്ള കറിയല്ല, ഒത്തിരി വെള്ളം പോലെ. പുളി എന്നല്ലേ പറയുന്നത്. അപ്പോൾ മത്തിപ്പുളി എന്ന് പറഞ്ഞാൽ കുറച്ചൊന്ന് വെള്ളം പോലെ അയവിലാണ്. അപ്പോൾ അതിനാവശ്യമുള്ള വെള്ളം. ഇതെന്താ മത്തിപ്പുളി എന്നാ പറയുന്നത്? മത്തിപ്പുളി. ഇത് എൻ്റെ അച്ഛനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ അച്ഛമ്മ, എൻ്റെ ചെറിയച്ഛന്മാര്, മാമന്മാര്, ഇവർക്കൊക്കെ മത്തിപ്പുളിയോട് ഭയങ്കര താല്പര്യമാണ്. പാലക്കാടന്മാരല്ലേ? കാടന്മാരല്ല, പാലക്കാട്. അപ്പം അവർക്ക് ഈ മത്തിപ്പുളിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ കറി എപ്പോഴും ഇടയ്ക്കൊക്കെ നമ്മൾ വെക്കാറുണ്ട്. തൃശ്ശൂർക്കാർക്കും ഉണ്ട്. മത്തിപ്പുളി ഉണ്ടോ അവിടേക്ക്? കൊടമ്പുളി ഇട്ട മീൻ കറി. ഇത് മത്തിയാണ്. മത്തിപ്പുളി എന്ന് പറഞ്ഞിട്ടൊരു കറി വേറെയാണ്. അത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ് കൂടുതൽ. ഉണക്ക മീൻ കൊണ്ട് വെക്കും. പിന്നെ നമ്മുടെ പാടത്ത് കിട്ടുന്ന ഒരു മീനില്ലേ, എന്താ കുരുത്തിയൊക്കെ വെച്ചിട്ട്. എന്ത് മീനാണ്? പുഴമീനോ? അത് പുഴയിലാ കിട്ടുക, പാടത്തല്ല. പാടത്ത് കുരുത്തി വെച്ചിട്ടൊക്കെ പണ്ട് മീൻ പിടിക്കുന്നു. എൻ്റെ അച്ഛൻ്റെ വീട്ടിലൊക്കെ ഒരു കുരുത്തി കൊണ്ടൊരു സാധനം. മനസ്സിലായി. മഴക്കാലത്ത് ഇങ്ങനെ പാടത്തൊക്കെ വെള്ളം കൃഷിയൊക്കെ ചെയ്യില്ലേ നമ്മള്? മഴക്കാലല്ല, നമ്മള് കൃഷിയൊക്കെ ചെയ്യുന്ന സമയത്ത്, അതായത് പച്ചക്കറി കൃഷിയല്ല, നെൽകൃഷിയൊക്കെ ചെയ്യുന്ന സമയത്ത് കുരുത്തി വെക്കും. അപ്പൊ അതിൽ നിറയെ മീൻ വന്ന് നിറയുന്നത്, പരല് ചെറിയ ചെറിയ. അതൊക്കെ ഇങ്ങനെ വെക്കാൻ നല്ലതാണ്. അതൊക്കെ ഇങ്ങനെ വെക്കുന്നത് നിന്റെ അച്ഛൻ്റെ വീട്ടിലും വെക്കാറുണ്ട്. അങ്ങനെ ഒരു കറിയാണിത്. ഇതിലിങ്ങനെ കുറേ എണ്ണയൊക്കെ ഒഴിച്ച് മസാലയൊക്കെ വാട്ടി നാളികേരപ്പാലൊഴിച്ച് നാളികേരം കൂട്ടി അങ്ങനെയൊന്നും വേണ്ട. ഇതിന് മല്ലി മുളകാണ് മെയിനായിട്ട്. ഒരു മല്ലി മുളക്, ഒരു ചെറിയുള്ളി, ഒരു ഇത്തിരി ഉലുവി, കടുക് വറുത്തിട്ട് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞു അല്ലേ അമ്മ? അത് നന്നായി തിളച്ച് വേവണം ഏത് ഈ പുളി. എന്നിട്ട് നമുക്ക് ഈ മീൻ ഇടാൻ പറ്റും. ഒരു കഥ പറഞ്ഞെന്നാ കേൾക്കും അമ്മ? അങ്ങനെയല്ല എന്തമ്മ എന്റെ കഥയോട് ഇത്ര ബഹുമാനക്കുറവ് അമ്മയ്ക്ക്? അല്ലേ, ചെറിയ കഥ പറയാമോ? ചെറിയ കഥ ഒന്ന് പറയാൻ അനുവദിക്കൂ. എന്റെ പാചകത്തിന്റെ വീഡിയോയില് നീ ഇപ്പൊ കഥ പറഞ്ഞ് സ്കോർ ചെയ്യണല്ലോ. നീ ക്യാമറമാനായത് നിനക്ക് ഗുണമൊക്കെ ഉണ്ടല്ലേ? അല്ലമ്മാ, ഇപ്പൊ ഇത് വേവണ വരെ ഞാനിവിടെ വേറെ എന്താ പറയണ്ടേ? എന്തെങ്കിലും ഒന്ന് പറയണ്ടേ? അപ്പൊ ഞാൻ അമ്മേനോട് പറയും പോലെ തന്നെ പറയാണ്. അത് ചിലപ്പോ ഒരു കഥയാവാം. അപ്പോ ഒരു നാട്ടില് 2 ഭയങ്കരമായ ഭക്തരുണ്ടായിരുന്നു. 2 ഭക്തർ കേട്ടോ. ഭയങ്കരമായ ഭക്തര് പറഞ്ഞാ വലിയ ഭക്തര്. ഭയങ്കര ഭക്തി എന്ന് പറഞ്ഞ ഭക്തി ഓവറായ ഭയങ്കരതയാണ്. അതറിയില്ല അമ്മ? ഭക്തിയും ഒരു കണക്കിനൊരു ചെറിയൊരു ഭ്രാന്ത് തന്നെയാണ്. കാരണം എന്താ അറിയോ, അമിതമായ ഭക്തി എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിന്റെ ഒരു ജ്ഞാനം ഉണ്ടാവില്ല അവർക്ക്. അമ്മ കേട്ടിട്ടുണ്ടോ ഭക്ത കുമ്പാർ എന്ന് പറഞ്ഞ ഒരാളിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഭക്ത കുമ്പാർ എന്നുള്ള ഒരാൾക്ക്
പാണ്ഡുരംഗനോട് ഒരുപാട് ഭയങ്കര ഭക്തിയായിരുന്നു. പാണ്ഡുരംഗം എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ തന്നെയാണ്. കൃഷ്ണൻ അതന്നെ പാണ്ഡുരംഗ വിട്ടല. അപ്പൊ കൃഷ്ണനോട് ഭയങ്കര ഭക്തിയായിരുന്നു. അങ്ങനെ മൂപ്പര് എന്തുണ്ടാക്കുന്ന ആളായിരുന്നു? മൺകലങ്ങൾ ഉണ്ടാക്കുന്ന ആളായിരുന്നു. അതാണല്ലോ കുംഭാരൻ ആ അപ്പൊ ആ കുംഭാരൻ ഒരു ദിവസം എന്ത് ചെയ്തു? കുംഭാരൻ ഇങ്ങനെ കൃഷ്ണഭക്തിയിൽ ഈ മണ്ണിനിങ്ങനെ കലക്കില്ലേ, കാലം കൊണ്ട് ചവിട്ടിയിട്ട് കണ്ടിട്ടുണ്ടമ്മ? അങ്ങനെ കാലം കൊണ്ട് ചവിട്ടിയിട്ട് ഇങ്ങനെ മണ്ണ് കലക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, ഇതല്ല ഞാൻ ഉദ്ദേശിച്ച കഥ, മണ്ണും കൊണ്ട് ഇങ്ങനെ ചവിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കുംഭാരൻ്റെ കുട്ടി മെല്ലെ 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 എന്ന് വെച്ചാൽ ഒരു ചെറിയൊരു കുഞ്ഞാണ്, അതിങ്ങനെ എന്താ പറയുക, ഇങ്ങനെ നടക്കാറൊന്നും ആയിട്ടില്ല, മൊട്ട് കുത്തിയിട്ട് കുട്ടി ഇങ്ങനെ ഈ കുംഭാരൻ്റെ പാട്ടും കേട്ടിട്ട് കുംഭാരൻ്റെ അടുത്തേക്ക് വന്നു. കുംഭാരൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ കുംഭാരൻ ഈ കുട്ടി വന്നതും മനസ്സിലായില്ല, കുട്ടി കാലിൻ്റെ അടുത്ത് വന്ന് തൊട്ടതും മനസ്സിലായില്ല. കുംഭാരൻ ഈ പാണ്ഡുരംഗ വിട്ടല എന്ന് പറഞ്ഞിട്ട് കുംഭാരൻ മണ്ണിൻ്റെ ഒപ്പം കുട്ടീനെ ചവിട്ടി കുട്ടി. അപ്പോൾ ഭക്തി ഒരു കണക്കിന് പരിസര ജ്ഞാനമില്ലാത്ത ചില സമയങ്ങൾ അതങ്ങനെയാണ്. അതിനുശേഷം കുംഭാരന് ദൈവം പ്രത്യക്ഷപ്പെട്ടു, മഹാവിഷ്ണു. അതിനുശേഷം കുട്ടീനെയും തിരിച്ചു കൊടുത്തു, വലിയൊരു അനുഗ്രഹം കൊടുത്തു, പണ്ഡിതനായിട്ട് മാറി. അതാണ് ഭക്ത കുംഭാരൻ്റെ കഥ. അത് ഒരു സത്യകഥയാണ്, പണ്ട് നടന്നൊരു കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒരു ഗ്രാമം ഉണ്ടായിരുന്നു. ഗ്രാമത്തിൽ 2 ഭക്തരുണ്ടായിരുന്നു, മഹാപണ്ഡിതർ. എന്ന് വെച്ചാൽ മഹാപണ്ഡിതർ എന്ന് പറഞ്ഞാൽ മഹാഭക്തർ. ഭക്തരൊക്കെ പണ്ഡിതന്മാരാണല്ലോ. അല്ല, ഭക്തർ ഓട്ടോമാറ്റിക്കലി പണ്ഡിതന്മാരാവും. എന്താ കാരണം അറിയോ? ഭക്ത പണ്ഡിതന്മാരെന്ന് പറയാൻ കാരണം എന്താ അറിയാമോ? ഈ ഭക്തി നമുക്ക് ഉണ്ടാവണമെങ്കിൽ കുറച്ചൊക്കെ നമ്മൾ അവിടുന്ന് എങ്ങനെയാണ് ഭക്തി, എങ്ങനെയാണ് പൂജിക്കേണ്ടതെന്ന് പഠിക്കുമ്പോൾ തന്നെ ഒരു കുറവ് ജ്ഞാനമുള്ളവനും അത്യാവശ്യം ഇത്തിരി ജ്ഞാനം കൂടും. എങ്ങനെ അറിയോ? ഇപ്പോൾ ഒരു ഗായത്രി മന്ത്രം എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ ആ ഗായത്രി മന്ത്രത്തെ ശ്ലോകം നമ്മൾ പഠിക്കുമ്പോൾ ഒരു ഇത്തിരി ജ്ഞാനം നമ്മുടെ ഉള്ളിലേക്ക് കയറുന്നുണ്ടോ? അതുപോലെ എങ്ങനെ നമാജ് ചെയ്യണം നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ ആ നമാജ് ചെയ്യുന്ന സമയം നമ്മൾ പറയുന്ന രീതികളുണ്ടല്ലോ, അത് പറയും, ആ ജ്ഞാനം നമ്മുടെ ഉള്ളിലേക്ക് കിട്ടുന്നുണ്ടോ? അപ്പോൾ ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ജ്ഞാനത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഭക്തിക്ക് ജ്ഞാനത്തിന് ഒരു ബന്ധമുണ്ട്. അപ്പോൾ ഈ 2 ഭക്തർ ഒരേ നാട്ടിൽ ഒരേ ദൈവത്തിനെ പൂജിക്കുന്ന 2 പേരാണ്. എന്ന് വെച്ചാൽ ഒരേ ആരാധനാമൂർത്തി ഇങ്ങനെ പൂജിക്കുന്ന 2 പേരാണ്. അപ്പോൾ ഈ 2 പേര് എല്ലാ മാസവും അമ്പലത്തിൽ പോവും. ഒരാൾ എല്ലാ മാസവും അമ്പലത്തിൽ പോവും, ഒരാൾ എപ്പോഴെങ്കിലൊക്കെ നമ്മൾ പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ഒരാൾ വന്ന് ബെല്ലടിച്ചു. അത് കാരണം കൊണ്ട് ഒന്ന് കട്ട് ചെയ്യേണ്ടി വന്നു. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞു വന്നത്? എപ്പോഴെങ്കിലും പോവും. അങ്ങനെ ഈ 2 പേര് ഭയങ്കര ഭക്തന്മാരാണ്. അപ്പോൾ ദൈവത്തിന് ഒരു പരീക്ഷണം നടത്താൻ തോന്നുന്നു. അപ്പോൾ എന്തായി? ഒരാൾക്ക് നല്ല സമ്പത്തുണ്ട്, മൂപ്പർക്ക് എന്ന് വേണമെങ്കിലും അമ്പലത്തിൽ പോവുക. അപ്പോൾ ഒരു മാസം കൂടുമ്പോൾ ആ ശ്രേഷ്ഠമായ അമ്പലത്തിൽ അയാൾ പോവും. ഇങ്ങോട്ട് അതേ ആരാധനാമൂർത്തിയായ വേറെ അമ്പലം, ഒരേ അമ്പലമല്ല. അപ്പോൾ 2 പേരും അങ്ങനെ പോവും. പക്ഷെ ഇങ്ങോർക്ക് എന്നും പോകാൻ പറ്റില്ല. കാരണം ഇങ്ങോർക്ക് സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് എല്ലാ ഭാഷയും ഇയാൾക്ക് പോകാൻ പറ്റില്ല. 2 വ്യത്യാസമുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങോര് കാശൊക്കെ മെല്ലെ ഉണ്ടാക്കി മെല്ലെയൊക്കെ വന്ന് അങ്ങനെയൊക്കെ വേണം. ഒരു മിഡിൽ ക്ലാസ്സാണ്. അപ്പോൾ അത്യാവശ്യം പൈസയൊക്കെ ഉണ്ടാക്കി പോകാനുള്ള പൈസ, അവിടെ തങ്ങാനുള്ള പൈസ, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനുള്ള പൈസ, ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം പോവാം. മറ്റാൾക്ക് അങ്ങനെയല്ല. മറ്റാൾക്ക് എപ്പോൾ വേണമെങ്കിലും പോവുക, തൊഴുക, വരിക. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് 2 പേരും ഏകദേശം ഒരേ ദിവസം 2 വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. അങ്ങനെ 2 വീട്ടിൽ നിന്ന് പുറപ്പെടുന്ന സമയത്ത് ഒരു വീട്ടിൻ്റെ ഉമ്മർത്ത് ഒരു എന്താ പറയുക, ഒരു വീട്ടിൻ്റെ ഉമ്മർത്ത് ദാഹിച്ചും കൊണ്ട് ഒരു വ്യക്തി വന്നു. ദാഹിച്ചുകൊണ്ടൊരു വ്യക്തി വന്നിട്ട് പറഞ്ഞു, നല്ല ദാഹമുണ്ട്, അപ്പോൾ എനിക്ക് ഇത്തിരി വെള്ളം വേണം പറഞ്ഞു. നല്ല ദാഹമുണ്ട്, ഇത്തിരി വെള്ളം തരുമോ പറഞ്ഞു. അപ്പോൾ വെള്ളം തരുമോ പറയുമ്പോൾ ഇയാൾ പറഞ്ഞു, ഞാൻ വീട് പൂട്ടി പുറത്തിറങ്ങിക്കഴിഞ്ഞു, ഇന്ന് നിങ്ങൾക്ക് വെള്ളം തരാൻ നിൽക്കാൻ പാടില്ല, ഞാനൊരു പുണ്യക്ഷേത്രത്തേക്ക് പോവുകയാണ്, ഈ സമയത്താണോ നിങ്ങൾക്ക് വെള്ളം തരേണ്ടത് പറഞ്ഞു. അപ്പോൾ ഇയാൾ പറഞ്ഞു, അപ്പോൾ ഈ ദാഹിച്ച വ്യക്തി പറഞ്ഞു, എനിക്ക് ദാഹവും വിശപ്പും ഒക്കെ ഉണ്ട്, ഇത്ര വെള്ളം എങ്ങനെയും കിട്ടിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ദാഹം മാറിയിരുന്നു പറഞ്ഞു. പക്ഷേ ഇയാളതൊന്നും സമ്മതിച്ചില്ല. ഇയാളതൊന്നും സമ്മതിക്കാതെ, ഞാൻ എന്തായാലും ഭക്തിയോടുകൂടി അമ്പലത്തിൽ പോകാൻ നിൽക്കുകയാണ്, എനിക്കിപ്പോൾ ഇതിനു വേണ്ടി നിൽക്കാൻ പറ്റില്ല, ദയവ് നിങ്ങൾ അടുത്ത വീട് തിരഞ്ഞു പോക്കോളെന്ന് പറഞ്ഞിട്ട് അയാളെ കൂട്ടിയിട്ട് പോയി. അപ്പോൾ ഇതേ ദാഹം വിശപ്പൊക്കെ ഉള്ള ആൾ മറ്റേ വീട്ടിലേക്ക് പോയി, ഇത് മധ്യമവർഗ്ഗക്കാരൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ പോണ സമയത്ത് അവിടെയും സാഹചര്യം കൃത്യസമയമാണ്, മൂപ്പരും വീട് കൂട്ടിയിട്ട് ഇറങ്ങാൻ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഇങ്ങനെ വന്നിട്ട് ദാഹിച്ചിട്ട് വയ്യ, ഇത്തിരി വെള്ളം തരുമോ ചോദിച്ചു. അപ്പോൾ അയാൾ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ആരെങ്കിലും ഭാര്യ പറഞ്ഞു, അയ്യോ ഇനിയിപ്പോൾ വെള്ളമൊക്കെ കൊടുക്കാൻ നമ്മുടെ പോക്ക് മുടങ്ങില്ലേ പറഞ്ഞു. അപ്പോൾ ഇങ്ങോട്ട് പറഞ്ഞു,
ദാഹിച്ച് വരുന്നവന് വെള്ളം കൊടുക്കുന്നതിനേക്കാളിലും വലിയ കർമ്മമൊന്നും ചെയ്യാനില്ല, നീ വാതിലൊന്ന് തുറക്ക്, അതുകൊണ്ട് ദൈവദോഷമൊന്നും വരാനില്ല എന്ന് പറഞ്ഞിട്ട് വാതിൽ തുറന്നിട്ട് ഉള്ളിൽ പോയിട്ട് ഭർത്താവ് പറഞ്ഞു, എന്തായാലും ദാഹിച്ച് വന്നൊരു വ്യക്തിയല്ലേ, വിശപ്പുണ്ടോയെന്നൊന്നും ചോദിക്കട്ടെ പറഞ്ഞു. നിങ്ങൾക്ക് വിശക്കുണ്ടോ ചോദിച്ചു. അതേ, ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല, ഭയങ്കര വിശപ്പുണ്ട്, ഇന്നലത്തേക്കിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നാൽ മതി പറഞ്ഞു. അപ്പോൾ ഇവർ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു, എന്താ അവിടെ ഉള്ളത് വെച്ചാൽ അവർ അത്യാവശ്യം കുറച്ച് ഭക്ഷണം ഉണ്ടാക്കി കഴിച്ച് ഇറങ്ങാൻ നിൽക്കുകയാണ്. അവിടെ എന്താ ഉള്ളത് വെച്ചാൽ അതുകൊണ്ട് ഇത്തിരി ഭക്ഷണം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കഴിച്ച് നേരം വൈകി അവിടെ നിന്ന് പുറപ്പെട്ടു. അപ്പോൾ ആ വന്ന ഒരു സ്ത്രീ പറഞ്ഞു, നന്നായി വരട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ, മക്കളെ നന്നായി വരട്ടെ, പോണ കാര്യത്തിൽ ഒരു മുടക്കും വരാണ്ട് സർവ്വ ഐശ്വര്യവും മക്കൾക്ക് ഉണ്ടാവട്ടെ, പോയി വരൂ, ഞാൻ കാരണം കൊണ്ട് മക്കളുടെ പോക്കിനൊരു മുടക്കം വന്നു ചോദിച്ചു. അപ്പോൾ ഇയാൾ പറഞ്ഞു, ഈ ഭക്തൻ, ഏത് ഈ മധ്യമവർഗത്തിലുള്ള ആ ഭക്തൻ പറഞ്ഞു, ഇല്ല അമ്മേ, വലിയ ബുദ്ധിമുട്ടൊന്നും വന്നില്ല, നിങ്ങളിങ്ങനെ ഒരു മനുഷ്യജീവിയല്ലേ, ദാഹിക്കുണ്ടെന്ന് പറഞ്ഞിട്ട് വിശക്കുണ്ടെന്ന് പറയുമ്പോൾ ഞങ്ങൾ ഏത് പുണ്യക്ഷേത്രത്തിൽ പോയി തൊഴുതിട്ട് ഞങ്ങൾക്ക് എന്താ ലാഭം? അപ്പം അതുകൊണ്ട് ഞങ്ങളൊരു പുണ്യക്ഷേത്രത്തിൽ പോകുമ്പോൾ നമുക്കൊരു പുണ്യം വേണ്ടേ, ഒരു വിശന്ന ആൾക്ക് വെള്ളം തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പോയി എനിക്ക് അവിടെ പോയിട്ട് എന്ത് പുണ്യം കിട്ടാനാണെന്ന് ഇയാൾ പറഞ്ഞു. അപ്പോൾ അയ്യോ മോൻ്റെ നല്ല മനസ്സിന് ദൈവം എന്നെന്നും മോൻ്റെ കൂടെ ഉണ്ടാവും, നന്നായി വരും മോനെ വന്നിട്ട് അനുഗ്രഹിച്ചു. ചിലപ്പോൾ ആരായിരിക്കാം പറയാൻ പറ്റില്ല, എന്തായിരിക്കാം, വല്ല അവതാരമായിരിക്കോ ഈ പരീക്ഷണത്തിന് വേണ്ടി വന്നാണോ എന്നൊന്നും അറിയില്ല. അപ്പോൾ രണ്ടുപേരും പോയി. ഈ രണ്ടുപേരും ദൈവീ ഭക്തന്മാരാണ്. അപ്പോൾ രണ്ടുപേരും രണ്ട് വ്യത്യസ്ത ദേവികളാണ്, ദേവികൾ ഒരുപാടുണ്ടല്ലോ. അപ്പോൾ ഒരാൾ ഒരു ദേവീക്ഷേത്രത്തിൽ പോയി, ആ ദേവീക്ഷേത്രം തുറന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ പോകുമ്പോൾ തന്നെ പറഞ്ഞു പെട്ടെന്ന് തന്നെ നട അടയ്ക്കും. എന്താ കാരണം പറഞ്ഞപ്പോൾ ഇവിടെ ഹർത്താലായതുകൊണ്ട്, എന്ന് വെച്ചാൽ മിന്നൽ പണിമുടക്കാണ് ആയതുകൊണ്ട്, വേറൊരു സ്ഥലമാണ്, വേറൊരു നാടാണത്. അപ്പോൾ ഇവർക്കത് അറിയില്ല അവിടെ എങ്ങനെ ഉണ്ടാവുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ തൊഴുത് പോകണവർ പൊക്കടോ, ശരിക്കും തൊഴുകാനും പറ്റില്ല, ഒന്നും പറ്റില്ല, വഴിപാടൊന്നും കാര്യമായിട്ട് ചെയ്യാൻ പറ്റില്ല. പുറത്ത് വന്ന് നോക്കണു, എല്ലാ കടകളും അടച്ചിരിക്കുകയാണ്, ഒറ്റ കട തുറന്നിട്ടില്ല. ദാഹിച്ച് വരണ്ടു, വിശന്നവരും വയ്യാണ്ടായി, സ്വന്തം കാറുണ്ട്, ഭക്ഷണം കഴിക്കണം പറഞ്ഞ അടുത്ത ഡിസ്ട്രിക്ട് വേറെ പോകണം, ഒറ്റ കട തുറന്നിട്ടില്ല. അതിൻ്റെ ഇടയ്ക്ക് വണ്ടി മുഴുവൻ തടയലും ഭീഷണിപ്പെടുത്തലും, സാധാരണ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഹർത്താൽ പോലെ ഇത് മുഴുവൻ സംഭവിച്ചപ്പോൾ ഇയാൾ മനസ്സുകൊണ്ട് ഓർത്തു, ദൈവമേ ഇതെന്താ സംഭവിച്ചതെന്ന്. അപ്പോൾ ഇയാളുടെ ഭാര്യയ്ക്കൊരു നല്ല ഗുണമുണ്ട്. ഭാര്യ പറഞ്ഞു, ഇന്ന് രാവിലെ ഒരു അമ്മ അവിടെ വന്നില്ലേ, വിസ്കുണ്ട്, ദാഹാണെന്ന് പറഞ്ഞില്ലേ, നമ്മൾ എന്താ ചെയ്ത്, അതിനുള്ള ഫലം നമുക്കിന്ന് ഇവിടെ കിട്ടിയില്ലേ പറഞ്ഞു. അപ്പോൾ അവർ ചിന്തിച്ചു, ശരിയാണല്ലോ, ഇതിങ്ങനെയാണല്ലോ സംഭവിച്ചത്, അവരാരായിരിക്കും എന്ന് ചിന്തിച്ചു. ആരായിരിക്കും എന്ന് വെച്ചാൽ കാണാത്ത ദൈവത്തിനെ നൈവേദ്യം ചെയ്യാൻ വേണ്ടി ആൾക്കാർ ഓടുമ്പോൾ ചിലപ്പോൾ ആ ദൈവം തന്നെ ഒരു സ്വരൂപത്തിൽ നിങ്ങളുടെ അടുത്ത് വന്നിട്ടുണ്ടാവാം. അപ്പോൾ മറ്റേ ആൾ എന്ത് സംഭവിച്ചു കേൾക്ക്, മറ്റേ ആൾ പോണ ദിവസം അവിടെ അമ്പലത്തിൽ പോണ ദിവസം നോക്കണു, അമ്പലം മുഴുവൻ ഭയങ്കര അലങ്കാരം, വേറെ വേറെ അമ്പലം, രണ്ടും ദേവീക്ഷേത്രങ്ങളാണ്, ദേവികളെല്ലാം ഒന്നാണല്ലോ, പല രൂപങ്ങളിലാണെങ്കിലും. ഇയാൾ വേറെ നാട്ടിലേക്കാണ് പോയത്, അവിടെ ഭയങ്കര അലങ്കാര ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇയാൾ ചോദിച്ചു, എന്താന്ന് പ്രത്യേകത ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇന്ന് പ്രതിഷ്ഠാ ദിനമാണെന്ന്. ഒന്ന് ആലോചിച്ച് നോക്ക്, ഇന്ന് പ്രതിഷ്ഠാ ദിനമാണെന്ന് പറഞ്ഞൊരു അമ്പലത്തിൽ സുഭിക്ഷമായ ഭക്ഷണം, നന്നായി തൊഴുക എന്ന് വെച്ചാൽ ഒരു അമ്പലത്തിൽ ഉത്സവം ഉണ്ടാകുമ്പോൾ ഈ നവരൂപങ്ങൾ പറയില്ലേ, നവ അവതാരങ്ങൾ പറയില്ലേ, അതുപോലെ ദേവി എത്രയൊക്കെ രൂപങ്ങളുടെ ദേവിയാണ് ആ മുഴുവൻ ദേവികളും ഒരു ചൈതന്യ വിഗ്രഹത്തിൻ്റെ ഒരു കൂടുന്നാണ് ഹിന്ദു ശാസ്ത്രം പറയുക. എന്ന് വെച്ചാൽ ഒരു വിഗ്രഹത്തിൽ ആ മുഴുവൻ ശക്തികളും വന്ന് കൂടും. മൂകാംബികയായാലും കൊടുങ്ങല്ലൂർ അമ്മയായാലും ഏതൊക്കെ ഭഗവതിമാരായാലും ആ ശക്തികളൊക്കെ എവിടെയാണോ ഒരു ഉത്സവം നടക്കുന്നത് ആ ഉത്സവം നടക്കുന്ന ആ വിഗ്രഹത്തിൽ വന്ന് കൂടുന്നതാണ് ഐതിഹ്യം പറയുന്നത്. അപ്പോൾ ഏതൊക്കെ ദേവിയുടെ ശക്തികളുണ്ട്, എല്ലാ ദേവിയുടെ ശക്തിയിൽ ഒന്നു ചേർന്നിരിക്കുന്ന സമയത്ത് ആ ദേവിനെ പൂജിക്കാനുള്ള മഹാഭാഗ്യം ഉണ്ടായി. അതിൻ്റെ ഒപ്പം തന്നെ എത്ര ആൾക്കാർ വന്നാലും ഭക്ഷണം കൊടുക്കും, കാരണം പ്രതിഷ്ഠാ ദിനമാണ്. അതിനോട് പ്രസാദ ഊട്ടല്ല, ഇത് കഴിഞ്ഞ് പൊക്കോളെന്ന് പറയുന്ന സംഭവമല്ല. ആയിരക്കണക്കിന് ആൾക്കാർക്ക് ചോറ് കൊടുക്കുന്ന ദിവസം പ്രസാദ ഊട്ട് കഴിച്ച് നന്നായി തൊഴുത് തിരിച്ചു വന്നു. അപ്പോൾ ഒരു ചോദ്യം ബാക്കി നിൽക്കുന്നു. വിശന്ന് വന്ന ആ ഒരു അമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കാണ്ട് പോയവർ വീട് എത്ര പേരെയും പ്രശ്നമായിരുന്നു. അതേ കാശ്, കോടിക്കണക്കിന് കാശുണ്ടായിട്ട് അതേ ഒരു മധ്യമവർഗക്കാരൻ ഉണ്ടിയിലിട്ട കാശ് കൊടുത്തിട്ട് അല്ലെങ്കിൽ കൂട്ടിവെച്ച കാശ് കൊടുത്തിട്ട് ഈ അമ്പലം തേടി വന്നു. ഈ അമ്പലത്തിൽ വന്ന് സുഭിക്ഷ ഭക്ഷണവും കഴിച്ച് നല്ല ദർശനവും കിട്ടി പോയി. അപ്പോൾ ദൈവം ഉത്തരം നൽകുന്നത് ശരിക്കും പറയുന്നത് നേരിട്ട് വന്നിട്ട് ഇപ്പം അമ്മ എന്നോട് പറയുമ്പോൾ മോനെ നീ നല്ല ചെയ്തെന്ന് പറയുമ്പോൾ ഒന്നും പറയില്ല. ദൈവം പറഞ്ഞ ചില നിമിത്തം മൂലം കാണിച്ചു തരുന്നതാണ്. ഒരു മനുഷ്യൻ ചെയ്യേണ്ട കർമ്മമാണ് ആദ്യം ചെയ്യേണ്ടത്. ആ മനുഷ്യൻ ദാഹിച്ച് വന്നവൻ ഒരു നേരത്തെ വെള്ളം കൊടുക്കാണ്ട്, ആ പൈസക്കാരൻ്റെ ഭാര്യ പറഞ്ഞില്ല, കോടീശ്വരൻ്റെ ഭാര്യ പറഞ്ഞ പോലെ നിങ്ങൾ ദാഹിച്ച് വരാത്തവന് വെള്ളം കൊടുക്കാണ്ടും ഭക്ഷണം കഴിക്കാണ്ടും അതാ വീട് പൂട്ടി ഇനി ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാകുമ്പോൾ വന്നില്ലേ, അവിടെ നമ്മുടെ എല്ലാം പോയി. ഏത് അമ്പലത്തിൽ തൊഴുതിട്ട് ഒരു കാര്യമില്ല. ആ ഭാര്യ പറഞ്ഞു. പകരം ഇവിടുത്തെ ഭാര്യ പറഞ്ഞു, എന്തിനാ കയറുന്നത്, ഇനി അമ്പലത്തിൽ പോയില്ലെങ്കിൽ ബുദ്ധിമുട്ടാകുമ്പോൾ അവിടെ ചിന്തിക്കാൻ വേറൊരാളുണ്ടായിരുന്നു.
അങ്ങനെ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് രണ്ട് സ്ഥലത്തും ഉണ്ടാവും. ചിന്തിക്കാനുള്ള ചെറിയൊരു ബുദ്ധിയുണ്ട്. നമ്മുടെ നന്മയാണ് ദൈവം എന്നുള്ള ഒരു നല്ല ചിന്ത മനുഷ്യനുണ്ടെങ്കിൽ, നിങ്ങളുടെ പോണ വഴിക്ക് ഒരു നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ പോണ അമ്പലം പൂട്ടിയിട്ടുണ്ടെങ്കിലോ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചു കഴിഞ്ഞു. ചിലപ്പോൾ ആ ദാഹിച്ച് വന്നത് നിങ്ങൾ തൊഴുകാൻ പോയ ദേവിയാണെങ്കിലോ, ഈ മഹത്തായ രണ്ട് ഭക്തന്മാരെന്ന ഒരു നാട് മുഴുവൻ പറയും നിങ്ങൾ രണ്ടുപേരും ഭയങ്കര ഭക്തരാണ്, ഈ നാട്ടിലെ ഏറ്റവും വലിയ ഭക്തന്മാരാരാണെന്ന് ആരും പറയും. പൈസ കൂട്ടിപ്പോണ ഈ ഒരു വ്യക്തിയും പൈസ ഉണ്ടായിട്ട് എല്ലാ മാസം അമ്പലത്തിൽ പോകണം ആ വ്യക്തിയും ഭക്തന്മാരാണ്. രണ്ട് ഭക്തിക്ക് വ്യത്യസ്തമായ രീതികളായിരുന്നു. ഒരു ഭക്തിക്ക് മുഴുവനായിട്ട് സമർപ്പണം ഉണ്ടാകുന്നു. മനുഷ്യനെ സ്നേഹിക്കാതെ, മനുഷ്യൻ്റെ ഉള്ളു നന്നാവാതെ ഒരു ദൈവത്തിനും തൊഴുതിട്ട് കാര്യമില്ല. ചിലപ്പോൾ അന്ന് പ്രത്യക്ഷമായി ആ വൃദ്ധയുടെ രൂപത്തിൽ വന്നത് സാക്ഷാൽ ജഗജനനിയായിരിക്കും, ജഗന്മാതയായിരിക്കും. അപ്പോൾ മനുഷ്യരെ കണ്ട് ഒരിക്കലും പുച്ഛിക്കാതെ മനുഷ്യനെ സ്നേഹിച്ചുകൊണ്ട് മുന്നോട്ട് പോയ സർവ്വ ദൈവാനുഗ്രഹവും ഉണ്ടാവും. കണ്ടില്ലേ, ഇത്രയും കറി ഇത് വേണം, ചാറൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിലാണ് ഇതിന് സ്വാദ്. കണ്ടോ, ഇതിന് ചട്ടിയിലിരുന്നിട്ട് ഒന്നും കൂടി പറ്റുമല്ലോ. അപ്പം നമുക്കിപ്പോൾ അത് ഓഫ് ചെയ്യാണ് നല്ലത്. കണ്ടോ, ഈ അതിന് നമ്മൾ വറവിടാൻ ഇട്ട എണ്ണയില്ലേ, അതൊക്കെ ചെളിഞ്ഞ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ മീൻ വെന്തിട്ടുണ്ടെന്ന് തന്നെയാണ് അർത്ഥം. നല്ല മണം. ഇതില് നാളികേരം ഒന്നും കൂട്ടാത്ത ഒരു മത്തിപ്പൊടി. കണ്ട, ഇതിങ്ങനെ അയവോടെയാണ് ഇരിക്കുക. ഇതിലിട്ട് മീൻ കൂട്ടാൻ നല്ല സ്വാദാണ്. യഥാർത്ഥത്തില് മൂസുക്കാന്റെ കടയത്തെ തട്ടുകടത്തെ കൊള്ളി മീനില് മീനിന്റെ മണം പോലെ. ഇതാണ് നമ്മൾ ഒരുപാട് ഇളക്കൊന്നും വേണ്ട, ഉടനെയുള്ളൂ. അപ്പൊ കുറച്ചും കൂടി നമ്മുടെ കറിവേപ്പില കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് ഓഫ് ചെയ്യാം. ഇത്രയാണ് എന്താ പറയുന്നത്, ഇതിപ്പോൾ ചട്ടിയായത് കാരണം ഒന്നും കൂടി അതിൽ ഇരുന്നിട്ട് ഒന്ന് പറ്റും. അപ്പം നമ്മൾ ഇപ്പോൾ ഓഫ് ചെയ്യാണ് നല്ലത്. ഓക്കെ, അപ്പോൾ നല്ല മനസ്സോടുകൂടി നല്ല പ്രവൃത്തിയോടുകൂടി വിളിച്ചാൽ വെളിപ്പുറത്ത് നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാവുന്നതിൻ്റെ പേരാണ് ദൈവം. അല്ലാതെ ദൈവം ഒരു പ്രത്യേക എന്തോ ഒരു സംഭവമാണ്, അവിടെ പോയില്ലെങ്കിൽ ആരെയും തൊട്ടുപോയ ഐത്തം വരുന്നൊക്കെ പറയണത് ലോകത്തെ ഏറ്റവും വലിയ തെറ്റാണ്. ലോകത്തെ എല്ലാം സൃഷ്ടിച്ച ദൈവത്തിന് ഐത്തം എന്ന് പറഞ്ഞൊരു സംഭവമില്ല. മനഃശുദ്ധിയാണ് ലോകത്തെ ഏറ്റവും വലിയ ശുദ്ധി എന്ന വിശ്വാസത്തോടു കൂടി മനസ്സാര സ്നേഹം തന്ന, മനസ്സുകൊണ്ട് നിങ്ങൾക്കും സ്നേഹം തരുന്ന, സ്നേഹം മാത്രം അങ്ങോട്ട് പങ്കിട്ടുകൊണ്ടിരിക്കുന്ന സ്നേഹസമ്പന്നമായ ഈ കുടുംബത്തിന് ഒരിക്കൽ കൂടി സ്നേഹത്തോടു കൂടി ബായ് വരണതിന് മുമ്പ് എൻ്റെ അമ്മ ഊണ് കഴിക്കാൻ വിളിക്കുമെന്ന് സംശയമാണ്. ഞാൻ ഓർമ്മപ്പെടുത്തെ മാത്രമേ വിളിക്കാറുള്ളൂ. അത് നിങ്ങൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ മറന്നുപോയിട്ട് ഉമ്മാന്ന് മാത്രം. മത്തിപ്പുളി കുട്ടി ഞാൻ നിങ്ങൾക്ക് മത്തി വറുത്തും തരാം. മത്തി പുളി വെച്ചതിന് വെണ്ടയ്ക്ക മെഴുക്കുമായിട്ട് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അതും കൂട്ടി പപ്പടം പിന്നെ അച്ഛന് വേണം പറഞ്ഞിട്ട് അതും വെച്ചിട്ടുണ്ട്. അപ്പൊ അച്ഛന് മീനുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു പപ്പടം വേണം നിർമ്മം തന്നെ. അപ്പൊ അതും എല്ലാം കൂട്ടി നിങ്ങൾക്ക് ഞാൻ ഭക്ഷണം തരാം വരികയാണെങ്കിൽ. അത് കഴിഞ്ഞിട്ട് ഈ വീഡിയോ വെച്ചിട്ട് എനിക്ക് ചിലപ്പോൾ ഒരു ഇടിയും തരാൻ ചാൻസ് ഉണ്ട്, അതിനൊരു സംശയമില്ല. ഇടയ്ക്കിടയ്ക്ക് ഇവനെ ഒരു ചട്ടകം കണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ടൊരു ഇടിയോ കുത്തൊക്കെ കൊടുക്കണം. ഇവൻ അത്രയ്ക്ക് കുടുംബാണ് ഇവിടെ. എന്നെ ഒരു സ്വൈര്യം തരില്ല, എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. മറുപടി പറയണത്ര ഞാൻ പിടിക്കാൻ പറ്റും അമ്മയ്ക്ക്. മൂളിയെ പോരാ, മറുപടി പറയണം. എന്താ അതിന്റെ ഉത്തരം എന്താ? ഇവൻ എന്നെ പഠിപ്പിക്കുക, മാഷ ഇവൻ ഉത്തരം പറയാ. അതിന്റെ ഉത്തരം പറയും അമ്മ, അതിന്റെ ഉത്തരം പറയും. ക്വസ്റ്റ്യൻ ചോദിക്കത്ര ഞാൻ ഉത്തരം പറയും. ചെറുപ്പത്തന്നെ ഉത്തരം പറഞ്ഞ മതിയായി. ഇപ്പൊ ശരിയാ കുട്ടിയാ. അതുപോലെ അത് പറയുമ്പോ അതെന്തായിരിക്കും അമ്മ അങ്ങനെ, ഇതെന്തായിരിക്കും അമ്മ ഇങ്ങനെ. ഇങ്ങനെ ഒരു സാധനത്തിൽ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാ? എന്നിട്ട് എന്നെ അടിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, കയ്യിൽ ഞാൻ കിട്ടാത്തത് കൊണ്ട് അമ്മ അതിനെ ശ്രമിച്ചിട്ടും ഉണ്ടാവും. അതുമല്ല, ഈ പാത്രം ഞാൻ ഇപ്പൊ പോത്തൻ എപ്പോഴും അടുത്ത് വെച്ചിട്ടിരിക്കാൻ പറ്റുമോ? ചിലപ്പോ കൈ കൊണ്ടായിരിക്കും തന്നെ. ഈ കൈ കൊണ്ട് തല്ലിയിട്ട് കണ്ടില്ലേ ഈ കയ്യിൽ, അല്ലെങ്കിൽ തന്നെ നീരും ഒക്കെ ഉണ്ടാകും. അച്ഛൻ എന്നാൾ എന്തായാലും വടി പൊടിച്ചുകൊണ്ട് തന്നല്ലോ നമ്മുടെ കയ്യില്. നാളെ അത് കാണിച്ചു കൊടുക്കട്ടെ ആൾക്കാർക്ക്, ഇങ്ങനത്തെ വടിയും കൊണ്ടൊക്കെ ദ്രോഹിക്കുന്ന റമ്മയാണെന്നുള്ളത്. ഇനി ചിലപ്പോ ഷൂട്ടിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ അതുകൊണ്ട് അടിക്കോ? ചിലപ്പോ നിങ്ങൾക്ക് അതൊക്കെ വേണ്ടി വരും. കിട്ടുന്നുണ്ട്. എല്ലാവർക്കും ബൈ.